എന്തിനാണ് നാം ഈ സെലിബസി ചെയ്യുന്നത്, ബ്രഹ്മചര്യം എടുക്കുന്നത്? കൃപയിലൊക്കെ അറിയാൻ സാധ്യമല്ലോ. മത്തായി 19:11-12 വാക്യത്തില് കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഇത് ഗ്രഹിക്കാൻ സാധ്യമല്ല. കണ്ടോ? എല്ലാം കൃപ ലഭിക്കണം. കണ്ടോ? ഈശോനെ അറിയണമെങ്കിൽ കൃപ വേണം. പിതാവായ ദൈവത്തിന് അറിയണമെങ്കിൽ കൃപ വേണം. മാലാഖമാരെ അറിയണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. പിശാചിനെ അറിയണമെങ്കിലോ കൃപ വേണം. സ്വർഗരാജ്യം അറിയണമെങ്കിലോ എല്ലാം. മനുഷ്യന്റെ ഹൃദയം അറിയണമെങ്കിലോ കൃപ വേണം. അതാ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 14:24 ഹൃദയരഹസ്യം അറിയുന്ന കൃപകളുണ്ട്. പെട്ടെന്ന് ഞാൻ ഊട്ടി വെച്ച് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നപ്പോ, നീ സ്പോർട്സുകാരിയാണല്ലോ എന്ന് പറഞ്ഞു. അതേതാ വചനം? ഈ പറഞ്ഞ വചനമാണ്. കണ്ടോ? അത് ഞാൻ സ്പോർട്സുകാരിയാണ്. നിനക്ക് 3 മോശം ഗുണങ്ങളുണ്ട്. ഒന്ന് മാത്സല്യം, പിടിവാശി, അനുസരണകേട്. അപ്പൊ തൊട്ട് അമ്മ അടുത്തിരിപ്പുണ്ട്. അമ്മ അങ്ങോട്ട് സന്തോഷിച്ചു. കണ്ടോ? അമ്മ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ. കണ്ടോ? അപ്പൊ വലയില് വീണോ? ജെറമ്യാ 20:7 അവളെ വഞ്ചിച്ചു. ആരാ വഞ്ചിച്ചത്? ഈശോ. നമ്മൾ വെറുതെ അവിടെ പോയി ഇങ്ങനെ നിന്ന് കൃപ ഉപയോഗിക്കുന്നു. 2 കൊരിന്ത്യർ 12:9 നമ്മൾക്ക് കൃപ മാത്രം മതി. വേറെവല്ലതും വേണോ? കിട്ടിയതൊക്കെ മതിയായില്ലേ? മതിയായ ബാക്കിയുള്ളതെല്ലാം? ഇനി വേണോ? സ്വത്ത് വേണോ? പണം വേണോ? സ്വർണം വേണോ? വലിയ സാരി വേണോ? ലോകം മുഴുവൻ വേണോ? ലോകം മുഴുവൻ ആരുടെയാണ്? അറിയാമോ? അത് ലൂക്കാ 4:3-7 വേണം. എന്തിനാണ് മന്ത്രവാദികൾക്ക് ഓടിപ്പോണത്? എന്തിനാണ് ചാത്തസേവക്കാരനൊക്കെ ഓടിപ്പോണത്? എന്തിനാണ് കടിയാൻ്റെ ഇടയ്ക്ക് ഓടിപ്പോണത്? നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരൊറ്റെണ്ണം വിശ്വസിക്കുന്നില്ല. കപടന്മാരായിട്ട് നടക്കുക. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം. വചനത്തിൽ വിശ്വസിക്കാത്തപ്പോ ഈ ശൈലി എടാ നീ പൊയ്ക്കോ കടിയാൻ്റെ അടുത്ത്, അല്ലെങ്കിൽ തൃപ്പയാറിൽ പോയിക്കോ, അല്ലെങ്കിൽ ഒറ്റക്കണ്ണിലെടുക്കാൻ പോയിക്കോ, അല്ലെങ്കിൽ സിദ്ധന്റെ അടുക്കൽ പോയിക്കോ. പിന്നെ ആരാണ്? അല്ലെങ്കിൽ മറ്റേ എന്ത് സിസ്റ്ററാണ്? ഒറ്റക്കണ്ണ്. പല സിസ്റ്റർമാരില്ലേ, അവിടെ പോയിക്കോ. നീ വചനത്തെ വിശ്വസിക്കാത്തവരാണ്. കണ്ടോ? അതുകൊണ്ട് 2 തെസ്സലോനിക്ക 2:9-12 വനം കാണാപ്പടം പഠിച്ചിരിക്കണം. ഈ ബൈബിൾ ക്ലാസ് ഇരിക്കണം എല്ലാം. അല്ലെങ്കിൽ പോയി കുറെ കഴിയുമ്പോൾ വല്ലവന്റെ വലയിലൊക്കെ പോയി വീഴും. ആ പ്രവാചകനാണ്, ഈ പ്രവാചകനാണ്, മറ്റവനാണ്. ഓരോ പ്രബോധനമായിട്ട് വരും. എബ്രായർ 11:9 നിങ്ങളെല്ലാം പോയി വഞ്ചിതരാകും, ഞാൻ ഉൾപ്പെടെ വഞ്ചിതരാകും. കണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 24:23-24 തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴി തെറ്റിച്ചു കളയും. വഴി തെറ്റിക്കുമോ? തെറ്റിക്കും. അതാണ് നമ്മുടെ വിശ്വാസം ഒരു കൂശയാണ്, പളുക്ക് പാത്രമാണെന്ന്. അത് 2 കൊരിന്ത്യർ 4:7 വിശുദ്ധ പൗലോസ് പറയാം. അത് താഴെ വീണാലോ പൊട്ടിപ്പോകുമോ? ഈ ഗ്ലാസ് എടുത്തിട്ട് താഴെ ഇടട്ടെ? ഇടണേ? വേണ വേണ്ടേ? വേണ്ട. വീണാലെന്ത് വരും? ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം. ഒരൊറ്റരുത്തം മതി നമ്മുടെ വിശ്വാസം കളയിപ്പിക്കാൻ. കേട്ടോ? അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം പത്രോസിന്റെ വിശ്വാസമായിരിക്കണം. മത്തായി 16:17 ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം അടിയുറച്ചു കഴിഞ്ഞാല് നിങ്ങൾ പത്രോസിനേക്കാൾ മുന്നിൽ വരുമോ? ഇല്ലേ? വരും, വന്നിരിക്കും. കണ്ടോ? ഫ്രാൻസിസ് അസീസിയും ഫ്രാൻസിസ് സേവറും സെയിന്റ് ആന്റണിയും എല്ലാം വന്നാൽ നിങ്ങൾക്ക് ഭയമുണ്ടാവുമോ? നിങ്ങൾ വെൽക്കം ചെയ്യുമോ? വന്ന് കെട്ടിപ്പിടിക്കുക. ഫ്രാൻസിസ് സെയിന്റ് ആന്റണിയൊക്കെ കണ്ടാൽ ഇവരൊരു ധ്യാന കേന്ദ്രത്തിൽ ഇപ്പൊ ചെന്നാലോ കേട്ടുവാ പുറത്തെടുക്കും. അവരോട് രജിസ്റ്റർ ചെയ്യാൻ പറയാം. അവിടുത്തെ മൂപ്പൽ അല്ലേ രജിസ്റ്റർ ചെയ്ത് പേരെടുക്കാൻ പറയാം. ഈ അവസ്ഥയാണ് ഇപ്പൊ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ പ്രത്യക്ഷപ്പെട്ടു. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഉണ്ടായില്ലയോ? ഇല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ കണ്ടിട്ട് വേണം ഇനി ഈശോ വിശ്വസിക്കാൻ. കണ്ടോ? പിന്നെ വേണ്ടാത്തൊക്കെ കാണും. ഈശോനെ കണ്ട അത് ഈശോയൊന്നും ആയിരിക്കില്ല. മറ്റൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കുന്നതാണ്. അവൻ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും.
ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഔഷധപ്പുരാളം കൊണ്ടുവന്നൊരു കൊന്തയും കുരിശും കൊടുക്കുന്നതിനോട് നമ്മൾ നല്ല അച്ഛനെ പറ്റിക്കാനാണെന്ന് പറഞ്ഞു. സമ്മതിക്കല്ല. കുറെ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു മാസം കഴിഞ്ഞ് പ്രാർത്ഥിക്കുക, എന്റെ 50,000 രൂപയുമായിട്ട് പോയെന്ന്. അപ്പോ വചനത്തെ വിശ്വസിച്ചില്ലെങ്കിലോ, വചനത്തിൽ ഇത്രയും ശക്തിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മാർക്കോസ് 12:24 വിശുദ്ധ ദൈവത്തിന്റെ ശക്തി അറിയുന്നതിൽ പരാജയപ്പെട്ട് വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപ വരുമോ? കൃപ വരും. വചനത്തിൽ കൂടിയാണ് കൃപ വരുന്നത്. ഇല്ലെന്നോ? വചനം ഇങ്ങോട്ട് വന്ന് ഇരിക്കുന്ന ആളൊക്കെ മാറും. വസ്ത്രം മാറ്റണം, ഹൃദയം മാറുമോ? ജോലിയിൽ വേണ്ടത് 12-11 പല ബിസിനസ്സുകാരെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഇത്രയും രൂപ കിട്ടാനുണ്ടല്ലോ, അത് ഇന്ന് രാത്രി പോയാൽ മേടിച്ചില്ലെങ്കിൽ മറ്റേ ആള് കണ്ടോ. അതാണ് ലൂക്കാ 8:14. ജീവിത ക്ലേശങ്ങള്, ധനമോഹം, പിന്നെ സുഖഭോഗങ്ങള്, ഇത് മൂന്നും വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. മുള്ളുകളുടെ വീണ പോലെയാണ് കണ്ടോ. അതേ സമയത്ത് നല്ല നിലത്ത് വീണ വിത്തോ ലൂക്കാ 8:15 30 മേനി 60 മേനി 100 മേനി കണ്ടോ. ഇപ്പൊ കൊയ്യാൻ ധാരാളമുണ്ട് ഇല്ലേ? മറ്റേ കൊയ്ത്തുകാരോ അതിന് ഈ കൊയ്ത്തുകാർ ഇവിടെ ഉണ്ടാക്കിയാണ് നമ്മുടെ ദൗത്യം. കൊയ്യാനായിട്ട് കൊയ്ത്ത് പണി പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരാളോട് പറഞ്ഞ്, ഞാൻ ഊട്ടി പോയിരുന്ന് മീൻ പിടിക്കാൻ പോയെന്ന് പറഞ്ഞു, ചൂണ്ടയിടാൻ. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, അത് ബ്രദറിന് ഈ പണി തുടങ്ങിയ ഒരു സ്ഥലത്ത് പോയിട്ട് ചൂണ്ടയിട്ട് പിടിക്കുക, അവിടെ ഇവിടെയൊക്കെ ഇന്ന് ഫോൺ വിളിച്ചു. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ മീൻ പിടിക്കുക. വചനം ഏതാണ്? ലൂക്കാ 5:1-8 വളരുന്നവല്ലതാണ്, ആഴത്തിൽ വളരുതാൻ. അതുകൊണ്ടാണ് ഞാൻ കൊളോക്കില്ല ഞാൻ മീൻ പിടിക്കാൻ പോയിരുന്ന ഊട്ടിയില്. ഉടനെ ചൂണ്ടയിടാൻ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഡാമിൽ പോയിരുന്നു ചൂണ്ടയിട്ടെന്ന് പറഞ്ഞു. അവർ ഇതാണ് ലൗകിക മനുഷ്യൻ കാണുന്നത്. ആത്മീയ മനുഷ്യനാകട്ടെ വ്യത്യസ്തമാണ്. തീത്തോസ് 1:15-16 നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്കെല്ലാം മലിനമാണ് അവിശ്വാസികൾക്ക്. കണ്ടോ, ഇനി വായിച്ചു നിർത്തില്ല. ലൂസിഫറിന്റെ കാര്യം പറഞ്ഞ് ലൈറ്റൊക്കെ പോകും കേട്ടോ. അവന്റെ കാര്യം പറയാൻ തുടങ്ങിയാല് ഭയങ്കരമായിരിക്കും. കാരണം അവൻ സമ്മതിക്കില്ല അവനുണ്ടെന്ന് ലോകത്തിനോട് വെളിപ്പെടുത്താൻ കൊടുക്കാൻ. വായിക്കും, എവിടെന്തെങ്കിലും വല്ല ശബ്ദമൊക്കെ വരും. ഉന്നതമായ ലേഖനങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെയാകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. അഗാധത്തിലോട്ട് പോകുന്നു. അവൻ വന്നു വീണത് നമ്മുടെ മധ്യേ. കണ്ടോ, ഇതാണ് പുരാതന സർപ്പം എന്ന് പറഞ്ഞ ആരാണ്? പിശാച്. ഉൽപ്പത്തി 3:1-13 വനത്തില് ആദ്യം പിശാച് ആരോടാണ് ഇഷ്ടം? ആരോടാണ്? സഹോദരന്മാരുടെ. സഹോദരന്മാരെ പേടിയാണ്. സഹോദരത്തിനോട് പിശാച് വരുന്നത്. ആദ്യം സർപ്പം ആരുടെ അടുക്കലോട്ടാ വന്നത്? ഹവ്വായുടെ അടുക്കലോട്ട്. ആദ്യത്തിന്റെ അടുക്കലോട്ട് വന്നോ? ഇല്ല. എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു? ഹവ്വാനെ അവൻ കറക്കിയെടുത്തു. ഇല്ലേ? അവനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു റൗഡി വന്നാല് നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നിങ്ങൾ കൈകാര്യം ചെയ്യില്ലേ? റൗഡിയെ നിങ്ങൾ സംസാരിക്കാൻ പോയാലോ? ഇത് തന്നെ അവിടെ സംഭവിച്ചത്. ഇതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത് 2 കൊരിന്ത്യർ 11:3-4 വാക്യം വായിച്ചു. എന്നിട്ട് വായിക്കുക ഉൽപ്പത്തി 3. പൗലോസ് എന്താ പറഞ്ഞത്? മിസ്റ്റർ പൗലോസ്, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ. തന്ത്രപൂർവ്വം. അപ്പൊ അവന് തന്ത്രമുണ്ടോ? ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 10:16, നീ സർപ്പത്തെ പോലെ വിവേകിയായിരിക്കണം. അപ്പൊ അവന്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. യുദ്ധത്തിന് പോകണമെങ്കിൽ അവന്റെ സകല തന്ത്രങ്ങളും അറിഞ്ഞിരിക്കണം. അവരെന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നറിയാമോ? നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല ദൈവരാജ്യം. കണ്ടോ? അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങൾ, അവൻ പൈശാചിക തന്ത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം.